സഖാവ് പുഷ്പൻ എന്നുമെക്കാലവും DYFI ആയിരുന്നു. ഇതിഹാസ സമാനമായ ജീവിതത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. ഏതാണ്ട് 30ഓളം വർഷമാണ്, 29 പരം വർഷമാണ് സഖാവ് പുഷ്പൻ വെടിയേറ്റിട്ടും ഈ ഭൂമിയിൽ അതിജീവിച്ചത്. ഇച്ഛാശക്തിയുള്ള മനസ്സും ഉറച്ച രാഷ്ട്രീയവുമാണ് ഈ ദീർഘകാലത്തെ അതിജീവനത്തിന് സഖാവ് പുഷ്പന് കരുത്തു പകർന്നത്. കൂത്തുപറമ്പിൽ നടന്ന സമരം നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ രാജ്യത്ത് നടന്ന ആദ്യത്തെ രക്തരൂക്ഷിതമായ പോരാട്ടമാണ്. വിദ്യാഭ്യാസം അങ്ങനെ പൊതുവായതെല്ലാം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലല്ല നടക്കേണ്ടത്, അതെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടേണ്ടതാണ് എന്ന കോൺസെപ്റ്റ് നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായുണ്ടായ സങ്കല്പമാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് വ്യാപകമായ സ്വാശ്രയ കോളേജുകളുടെ ആരംഭമുണ്ടായത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുവകൾ പോലും സ്വകാര്യ കുത്തകകൾക്ക് വിട്ടുകൊടുത്ത് അന്ന് സ്വാശ്രയ കച്ചവടം പൊടിപിടിച്ച കാലം. അന്ന് SFI ആദ്യം പ്രക്ഷോഭത്തിലേക്ക് വന്നു. അതിനുശേഷം DYFI ആ പ്രക്ഷോഭം ഏറ്റെടുത്തു. മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അന്ന് കൂത്തുപറമ്പിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ അന്നത്തെ മന്ത്രി ശ്രീ MV രാഘവനെ കരിങ്കൊടി കാണിക്കാൻ പോയ DYFI പ്രവർത്തകർക്ക് നേരെയാണ്, SFI പ്രവർത്തകർക്ക് നേരെയാണ് അന്ന് വെടിവെക്കുന്നത്. രാജീവനും റോഷനും ബാബുവും മധുവും ഷിബുലാലും വെടിവെപ്പിൽ അന്ന് തന്നെ കൊല്ലപ്പെട്ടു. വെടിയേറ്റിട്ടും പുഷ്പൻ മരിക്കാതെ മരണത്തെ തോൽപ്പിച്ചു. നീണ്ട 30 വർഷക്കാലം ഒരു ചെറിയ വീട്ടിൽ, ഒരു ചെറിയ മുറിയിൽ, ഒരു കിടക്കയിൽ പുഷ്പൻ കടന്നുപോയി. അവിടെ കേരളത്തിൻ്റെ പല ദിക്കിൽ നിന്നും, ഇന്ത്യയുടെ പല ദിക്കിൽ നിന്നും അവിടെ DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും വന്ന് പുഷ്പൻ എന്ന ആ അത്ഭുതത്തെ, ഇതിഹാസത്തെ കണ്ടുപോയി. പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വല്ലാത്ത നിലയിൽ രൂപപ്പെട്ടു വന്നു പല ഘട്ടങ്ങളിലും. പക്ഷേ എല്ലായ്പ്പോഴും പുഷ്പന് ഒരൊറ്റ നിലപാടായിരുന്നു. ആ നിലപാട് ഉറച്ച കമ്മ്യൂണിസ്റ്റിൻ്റെ നിലപാടായിരുന്നു. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ്, മരണം വരെയും DYFIയെ പ്രണയിച്ച പുഷ്പൻ. ആ പുഷ്പനെയാണ് DYFIക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സഖാവ് പുഷ്പന് മരണമില്ല. സഖാവ് പുഷ്പൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ DYFIയുടെ വരുംകാലത്തെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പ്രാണനെയാണ്. DYFI അതിൻ്റെ പതാക സഖാവ് പുഷ്പൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ താഴ്ത്തിക്കെട്ടുന്നു.